ഓപ്പറേഷൻ സിന്ദൂർ 2 സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റ് തുടരുകയാണ്. ഞാൻ പ്രദീപ് പിള്ള, എന്നോടൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ഒപ്പം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി കെ വാര്യർ. ചോദ്യം എയർ മാർഷൽ ടി ഡി ജോസഫിലേക്കാണ്. അങ്ങയോടൊരു കാര്യം ചർച്ച ചെയ്യാനായി കാത്തിരിക്കുന്നു. ഇതൊരു വാർത്തയായി പുറത്തു വന്നിട്ടില്ല, പക്ഷേ സൈനിക വൃത്തങ്ങളിൽ നിന്ന്, പരിചയമുള്ളവരിൽ നിന്ന് പുറത്തു വരുന്ന രണ്ട് സംഗതികൾ. ഈ പാകിസ്ഥാനി പറത്തിക്കളിക്കുന്ന ഡ്രോണുകൾ പലതും കാര്യമായ ഒരു സംഗതി ഉള്ളതല്ല എന്നൊരു സൂചനയും റിപ്പോർട്ടും വരുന്നു. ഇതിൽ പലതും താഴെ വീഴാൻ അനുവദിച്ചാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള കൃത്യമായ വിവരമാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. പൊട്ടിത്തെറിക്കാൻ പോയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത പല പ്ലാസ്റ്റിക് സംഗതികൾ ഉണ്ടെന്ന് പറയും. നമുക്കതിൻ്റെ നിജസ്ഥിതി അറിയില്ല. കാര്യം അതേക്കുറിച്ചോ അതിനെ അനലൈസ് ചെയ്തോ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ ഇവരുടെ ടാക്ടിക്സ് എന്താണ്, സ്ട്രാറ്റജി എന്താണ്? ഭാരതത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തിരിച്ചറിയാൻ ടെസ്റ്റിംഗ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഇവനെ വിട്ട് കളിച്ചു നോക്കുന്നതാണോ? ഇങ്ങനെ ഒരെണ്ണം പറത്തി വിട്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഭാരതം പ്രതിശോധിക്കും? ഭാരതത്തിൻ്റെ AAD സംവിധാനം എങ്ങനെയാണ്? ആകാശം എങ്ങനെയാണ്? അതാണോ? അതല്ലെങ്കിൽ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ന്യൂസൻസ് പർപ്പസ് മാത്രമെന്നാണോ? അതോ ഇവിടെ ശ്രദ്ധ തിരിച്ചു വിട്ട ശേഷം മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ആക്രമിക്കാനുള്ളൊരു നീക്കമാണോ? ഇത് സംബന്ധിച്ച് അങ്ങയുടെ പരിചയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് എന്താണ് എയർ മാർഷൽ ടി ഡി ജോസഫ്? ഗുഡ് ക്വസ്റ്റ്യൻ പ്രദീപ്. ഈ ഡ്രോൺ ഉണ്ടാകുന്ന കാലത്ത് മുമ്പ് പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ചില വായുസേനകൾ ചെയ്തുകൊണ്ടിരുന്നത്, എതിരാളിയുടെ റേഡാറുകളെ ട്രാൻസ്മിഷൻ തുടങ്ങാനായിട്ട്, അവരെ അത് ഓപ്പൺ അപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ടി നമ്മളെ ഡിക്കോയ് എയർക്രാഫ്റ്റിനെ വിടുമായിരുന്നു. ഇപ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് എയറോപ്ലെയിൻസും പോയിട്ടുണ്ട് അതിനു വേണ്ടി. അത് ചെല്ലുമ്പോൾ റഡാറുകൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ട്രാൻസ്മിഷൻ തുടങ്ങും. അപ്പോഴത്തേക്കും ആ ട്രാൻസ്മിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പിടിച്ചെടുക്കാനായിട്ട് അതിനെ പഠിക്കാനും അതിനെ അനലൈസ് ചെയ്യാനുമായിട്ടുള്ള വേറെ സ്പെഷ്യലൈസ്ഡ് എലിന്റ് എയർക്രാഫ്റ്റും ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് മാൻഡ് എയർക്രാഫ്റ്റ് ആയിരുന്നു, ഒരു പൈലറ്റ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡ്രോൺസ് വന്നതിന് ശേഷം നമുക്ക് ആ പൈലറ്റ് ഇല്ലാത്ത വളരെ വില കുറഞ്ഞ വിമാനങ്ങളെ നമുക്ക് വിടാൻ സാധിക്കുന്നുണ്ട്. ഡ്രോൺസ് പ്രൈമറിലി അതിനാണ്. അതുപോലെ തന്നെ സ്വാമിംഗ് വിത്ത് ഡ്രോൺസ് വെച്ചാൽ 100, 20, 50, 100, ചിലപ്പോൾ 100-ൽ കൂടുതൽ ഡ്രോൺസിനെ ഒരുമിച്ച് വിട്ട് എയർ ഡിഫൻസുകൾ സാച്ചുറേറ്റ് ചെയ്തുകൊണ്ട്, അന്നേരം ഒരു സ്ഥലത്തെ റഡാറോ മിസൈലുകളോ തന്നെയല്ല, അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ട്രാൻസ്മിഷൻസ് തന്നെയല്ല വരുന്നത്, പല സ്ഥലങ്ങളിലെ റഡാറുകളും മിസൈലുകളും ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്ന സ്വാം ഡ്രോൺസും എല്ലാം. അതുപോലെ തന്നെ ഇത് റഡാറിനെല്ലാം സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകുവശത്ത് അതിന്റെ കൂടെ വേറെ വിമാനങ്ങളെ വേണമെങ്കിൽ അവർക്ക് കടത്തിവിടാം. പക്ഷെ ഇവര് വിടുന്നതിന്റെ ആദ്യം നമ്മൾ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. എഫക്റ്റീവ്നെസ് അത്ര നല്ലതല്ല എന്ന് നിങ്ങൾ പറഞ്ഞു തന്നത് തീർച്ചയായും സത്യമാണ്, നമ്മൾ അറിയുന്നിടത്തോളം റിപ്പോർട്ടുകളിൽ നിന്ന്. കാരണം അതിന് എഫക്റ്റീവ് ആയിരിക്കണം. ഡ്രോണിന്റെ താഴെ തന്നെ പല ക്ലാസിഫിക്കേഷൻസ്, പല ക്ലാസസ് ഓഫ് ഡ്രോൺസ് ഉണ്ട്. വളരെ നമ്മുടെ ഏറ്റവും ഉയർന്ന രീതിയിലെ അൺമാൻ കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിൾസ്, ഇപ്പൊ നമ്മൾ 6th ജനറേഷൻ, അടുത്ത ജനറേഷനിലേക്ക് കയറുകയാണെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് മാൻഡ് അൺമാൻ ടീമിംഗിലേക്ക് നടക്കുന്ന ഒരു മാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ്, 4 or 5 അൺമാൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് വിത്ത് സിമിലർ കേപ്പബിലിറ്റീസ് ആസ് എ ഫൈറ്റർ എയറോപ്ലെയിൻസ് വുഡ് ബി ഫൈറ്റിംഗ് ഇൻ ദ ഫ്യൂച്ചർ വാർസ്. അതാണ് ഇന്നത്തെ അഡ്വാൻസ് നേഷൻസിന്റെ പ്ലാനുകൾ. പത്രങ്ങളിൽ നിന്നും ബാക്കിയുള്ള മാഗസീനുകളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഈവൻ ഇന്ത്യയും അത് ചെയ്യുന്നതാണ്. അത് തിരിച്ച് നമ്മുടെ ആദ്യത്തെ പ്രശ്നത്തിലേക്ക് വരുന്നത്, ഡ്രോൺ എഫക്റ്റീവ്നെസ് ഇല്ലാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവർ വിടുന്നത് എന്നുള്ളത് രണ്ട് കാര്യങ്ങൾക്കുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഫ്രീക്വൻസീസും വേവ് ലെങ്ത്തും പൾസ് റെപ്പിറ്റേഷൻ ഇന്റർവെൽസും അതും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് ഇതിന്റെ ആ ഇൻഫർമേഷൻ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് രണ്ടു വശത്തു നിന്നും ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ സംഗതികള്, എയർ ഡിഫൻസ് വേണമെങ്കിൽ ഒരു വിധത്തിൽ അവർ പ്രതീക്ഷിച്ച് കാണാവുന്ന ഡ്രോൺസിനെ എല്ലാത്തിനും വേണ്ടി നമ്മൾ മിസൈലുകളെല്ലാം വിക്ഷേപിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ മിസൈലുകളെല്ലാം തീരിട്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ മാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വിത്ത് ഹെവി വെപ്പൺസ് വരുമ്പോൾ അവർക്കെതിരായിട്ട് സർഫസ് ടു എയർ ത്രെറ്റ്, നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ത്രെറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്
എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള ആയിരിക്കാം അവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ കാലിബ്രേറ്റഡ് ആയിട്ട് ഉള്ള രീതിയിലായിരിക്കും നമ്മളുടെ റെസ്പോൺസ് മിക്കവാറും. ഇതിനെ ശരിക്കും പഠിച്ചുകൊണ്ട് നമ്മൾ ചിലയിടത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് S-400 ഡ്രോൺസുകൾ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെ. പക്ഷെ നമ്മൾ അതിന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നത് ആന്റി എയർക്രാഫ്റ്റ് ഗൺസ് ആണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെ പറയണം. നിരീക്ഷണമാണ് വളരെ കൃത്യമായി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി കരമേഖലയിൽ അതിശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഭാരതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്യാധുനിക ടാങ്കറുകൾ വളരെ കൃത്യമായി സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു വാക്ക് മതി. എന്താണ് ഭാരത കരസേന എന്ന് ഏതെങ്കിലും തരത്തിൽ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ധാരണ ജനിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വരാനിരിക്കുന്നതെന്ന് അവർ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് തൊട്ടാണ്. എന്ന് തുടങ്ങിയതാണ് ഈ പരാജയങ്ങളുടെ തുടർക്കഥ. ആകെ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നല്ലാതെ ഒരു രാജ്യം രണ്ടായി, രാജ്യം ശിഥിലമായി, രാജ്യത്തിൻ്റെ വികസനം എന്നുള്ളതില്ല. രാജ്യത്ത് പട്ടിണിയാണ്, രാജ്യത്ത് ദാരിദ്ര്യമാണ്, രാജ്യത്ത് തൊഴിലില്ലായ്മയാണ്. ആകെയുള്ള ഫാക്ടറി എന്ന് പറയുന്നത് ടെറർ ഫാക്ടറിയാണ്. അരിയുടെയൊക്കെ വില കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ പുറത്തു വിട്ടിരുന്നു. 340 372 രൂപയ്ക്കാണ് അരിയും മുട്ടയും ഒക്കെ വാങ്ങി കഴിയുന്നത്. ഈ നിലയിൽ ഗതികെട്ട അവസ്ഥയിലെത്തിയിട്ടും ഇന്നും പാഠം പഠിക്കാതെ വീണ്ടും പ്രകോപനത്തിന് വരുന്നത് ഒരുപക്ഷെ സർവനാശത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഇത് നാലായി ചിതറിപ്പോകുന്നതിനായിരിക്കാം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ അല്പം കഴിഞ്ഞ് ഐസൻ ജോസ് തരും. ബലൂചിസ്ഥാനിൽ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ്. വളരെ ശക്തമായ ആക്രമണമാണ് BLA ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ. നമുക്ക് എയർ മാർഷൽ TD ജോസഫ് സാറിലേക്ക് പോയിട്ട് ആ വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. സർ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി രാത്രിയിൽ വ്യോമമാർഗത്തിൽ വലിയ പ്രകോപനത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള മറുപടി ഏത് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള വലിയ പ്രചാരണങ്ങൾ, അത് എത്രത്തോളം ശരി എന്നുള്ളത് പോലും അറിയില്ല എങ്കിൽ പോലും വലിയ ചർച്ചകൾ അത് സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് S-400 അല്ലെങ്കിൽ ഈ വ്യോമസേനയുടെ നിലവിലെ കുന്തമുനയായിട്ടുള്ള റഫേൽ ഉൾപ്പെടെയുള്ള പ്രതിരോധ മേഖലയിലെ ഇത്തരത്തിൽ കരുത്തുറ്റ എണ്ണമറ്റ സംവിധാനങ്ങൾ സ്വന്തമാക്കാൻ ഭാരതം എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്നുള്ളതല്ലേ കാലം തെളിയിക്കുന്നത് സർ? അതെ, തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. ഈ സമയത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. പക്ഷേ അത് വളരെ കുറച്ച് താമസിച്ചു പോയി. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ strength of our combat systems have come down a little bit. That's all right. നമ്മുടെ കേപ്പബിലിറ്റീസ് കൊണ്ട് എല്ലാം കൊണ്ട് നമുക്കത് അവരുടെ ഈ ത്രെറ്റിനെ നമുക്ക് തിരിച്ചടിക്കാൻ സാധിക്കുന്നതാണ്. അത് ശരിയായ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. നമ്മളത് ശരിക്കും അതിനെ വിന്യായം ചെയ്തു. അതിനെ നമ്മൾ ട്രെയിനിങ് നന്നായിട്ട് നടത്തി. അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ജസ്റ്റ് ഒരു വിമാനമോ അല്ലെങ്കിൽ ഒരു മിസൈലോ തന്നെയല്ല, അതിൻ്റെ കൂടെ തന്നെ വളരെ വിലയുള്ള വേറെ ഉപകരണങ്ങളുണ്ട്. അത് ഈ ഉപകരണങ്ങളാണ് നമുക്ക് ശരിക്കുള്ള കേപ്പബിലിറ്റി തരുന്നത്. ഈ പ്ലാറ്റ്ഫോം അതിന്റെ ഒരു കാരിയർ ആയിട്ടാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വിമാനം കൊണ്ട് തന്നെയല്ല, അതിനുള്ള ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസ്, എയർബോൺ സെൽഫ് പ്രൊട്ടക്ഷൻ, ജാമേഴ്സ്, EW suite all together, പിന്നെ precision weapons, radars, radar warning receivers എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഈ മിസൈലുകൾക്കും അതിനകത്തുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ കേപ്പബിലിറ്റീസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് അതിന് ഈ വളരെ വിലയുള്ളതായിട്ട് കൂട്ടുന്നതും. സോ നമ്മളെടുത്ത തീരുമാനം സ്വല്പം താമസിച്ചാണ്, പക്ഷേ നമുക്ക് സമയത്തിന് അത് കിട്ടി എന്ന് പറയണം. താങ്ക് യു.